പാലസ്തീൻകാരെ ഒഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന പ്രഖ്യാപനം. ഒഴിപ്പിക്കുന്ന പാലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്ന ആവശ്യവും ട്രംപ് ഉന്നയിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ബദൽ കൂടുതലും ആലോചിച്ചത്. പക്ഷേ ഗാസ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്ന് ഈജിപ്ത് വ്യക്തമാക്കിയിട്ടില്ല. ഹമാസിനെ മാറ്റി നിർത്തി ഗാസയുടെ ഭരണനിർവഹണം എങ്ങനെ സാധ്യമാകുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയുമില്ല. ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ എന്നതും ഇവരുടെ രേഖയിൽ വെളിപ്പെടുത്തുന്നില്ല. നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവശേഷിക്കുന്ന 59 ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകുമെങ്കിൽ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാമെന്നാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും പറയുന്നത്. ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞതോടെ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർബല്യവും വിലക്കയറ്റവും ഉണ്ടാകുമെന്ന ആശങ്ക വലിയ രീതിയിൽ ഉയർന്നിരുന്നു. റമസാൻ കാലമായതിനാൽ വിലക്കയറ്റം തടയാൻ മാർക്കറ്റുകളിൽ ഹമാസ് കർശന പരിശോധനകളും നടത്തി വരുന്നുണ്ട്. ഗാസയെ വരുതിയിലാക്കുവാനായി ഡൊണാൾഡ് ട്രംപ് അടക്കം പലരും കാര്യമായ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിനോട് 15 മാസത്തോളം പൊരുതി നിന്ന ഗാസയെ അത്ര പെട്ടെന്നൊന്നും കൈപ്പിടിയിലാക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ട്രംപ് അടക്കമുള്ള ഭരണാധികാരികൾക്കെല്ലാം നന്നായി അറിയാം. ഇപ്പോഴിതാ പാലസ്തീനികളെ മാറ്റി പാർപ്പിക്കാതെ തന്നെ ഗാസ മുനമ്പ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബോംബാക്രമണങ്ങളും കരയുദ്ധവും യഥാർത്ഥത്തിൽ ഗാസയുടെ വലിയൊരു ഭാഗത്തെ നാമാവശേഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും ഗാസയുടെ പുനർനിർമ്മാണത്തിനായി പാലസ്തീനികളെ പുറത്താക്കി അയൽരാജ്യമായ മറ്റ് അറബ് രാജ്യങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കാമെന്നൊക്കെ ട്രംപ് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഗാസയെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേരയാക്കി പുനർനിർമ്മിക്കണം എന്നതാണ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം. പക്ഷെ പാലസ്തീനികളെ പുറത്താക്കാതെ ഗാസ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി തങ്ങൾ മുന്നോട്ട് വെക്കുമെന്ന പ്രഖ്യാപനമാണ് ഈജിപ്ത് നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ ഇസ്രായേൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അനുകൂലിച്ചതും. ആ കാര്യത്തിൽ വലിയ അതിശയത്തിന്റെ കാര്യവുമില്ല.